കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീഡിയയിലൂടെ ആത്മീയ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചു കൊള്ളുന്നു. ദൈവവിളി എന്ന ടൈറ്റിലിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ എനിക്ക് ദൈവം നൽകിയ കാഴ്ചപ്പാടുകളും ആത്മീയ അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. എൻ്റെ പേര് പാസ്റ്റർ ബോവസ് യോഹന്നാൻ. ട്രിവാൻഡ്രം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ബഥേൽ പെന്തക്കോസ് ദൈവസഭ എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. നീണ്ട 20 വർഷമായി കർത്താനുവേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പെന്തക്കോസ് ഫാമിലിയിലാണ് ജനിച്ചത്. എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനായിരുന്നു. നീണ്ട 50 വർഷക്കാലം കർത്താവിൻ്റെ ശുശ്രൂഷകളെ ചെയ്ത് ശാരീരികമായിട്ടുള്ള ക്ഷീണത്താൽ ഇപ്പോൾ ഭവനത്തിൽ വിശ്രമത്തിലാണ്. 15ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെടുന്നത്. സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ദൈവവചനം പഠിക്കാനായിട്ട് നെയ്യാറ്റിൻകര ന്യൂ ബൈബിൾ കോളേജിൽ കടന്നു പോവുകയും ഏകദേശം 3 വർഷത്തോളം അവിടെ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. നാളിതുവരെയും കർത്താവ് നടത്തുന്ന വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 3 വർഷക്കാലത്തെ പഠനത്തിന് ശേഷം വീണ്ടും 1 വർഷം ആ കോളേജിൽ നിൽക്കുകയും ആത്മീയ അനുഭവങ്ങളെ ലഭിക്കുകയും കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് സുവിശേഷ വേലകൾ ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതൊക്കെ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ വളരെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നു. വീണ്ടും കോട്ടയം എന്ന ജില്ലയിൽ ഏകദേശം 1 വർഷക്കാലം അസിസ്റ്റൻ്റ് പാസ്റ്ററായി അവിടെ സേവനമനുഷ്ഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വട്ടപ്പാറ മരുതൂർ എന്ന ദേശത്താണ് ദൈവസഭ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നത്. നാളിതുവരെയും കർത്താവ് നടത്തിയ കൊണ്ടുവന്ന വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഒരുവന് നിറവേറണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. യിരെമ്യാവിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞു എന്നാണ്. ഒരുവനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ അത് ഇന്നോ ഇന്നലെയോ അതുണ്ടാകുന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി ദൈവം വ്യക്തികളിൽ നിറവേറ്റും. ദൈവരാജ്യമെന്ന ആ വിലപ്പെട്ട സന്ദേശം ദേശങ്ങൾക്കും പട്ടണങ്ങൾക്കും രാജ്യങ്ങൾക്കും കൈമാറേണ്ടതിന് കാലാകാലങ്ങളിൽ ദൈവം തന്നെ അഭിഷക്തന്മാർ എഴുന്നേൽപ്പിക്കാറുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് ഒരു വന്നെത്തി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ 5 വൻകരകളിലും ശക്തിയോടെ പ്രസംഗിക്കുന്ന ഒരു സന്ദേശം ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ്. ലോകത്തിൻ്റെ 5 വൻകരകളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന പദവിയേക്കാളും ഏറ്റവും വലിയ പദവി കർത്താവിൻ്റെ വേലക്കാരൻ എന്ന പദവിയാണ്, ദൈവത്തിൻ്റെ ദാസൻ എന്ന പദവിയാണ്. അപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ കണ്ടുവെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിനൊക്കെ തൊട്ടനവധി പേര് കാണും, നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും വിദ്യാസമ്പന്നരും എല്ലാവരും ഉണ്ടെങ്കിലും ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുവനെ ദൈവം തിരഞ്ഞെടുക്കുന്നെങ്കിൽ
അത് വിലപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിന് വേണ്ടത് ലോകജ്ഞാനമല്ല, ഇവിടുത്തെ അറിവുകളല്ല, ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസമല്ല. അതിനു വേണ്ടത് ദൈവകൃപയാണ്. ദൈവകൃപ ഒരുവൻ്റെ മേൽ പകരപ്പെട്ടാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ്. അങ്ങനെ കർത്താവ് എന്നെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. എനിക്ക് കുടുംബം, 2 കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ ഈ നാളുകൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവവചനം പഠിക്കുമ്പോൾ 2005 ദൈവവചനം പഠിക്കാനായി കടന്നു പോകുന്നത്. ആ ദൈവവചനം പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എറണാകുളത്തുള്ള 2 ദൈവദാസന്മാരെ ഞങ്ങളുടെ ബൈബിൾ കോളേജിലേക്ക് വൈകിട്ട് കടന്നു വന്നു. ഈ 2 ദൈവദാസന്മാരും രാത്രിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് അവർ വിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ 2 ദൈവദാസന്മാരോടും ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു, ദൈവിക ദൂത് കൊടുത്തു. കർത്താവിൻ്റെ ആത്മാവ് 2 പേരോടും സംസാരിക്കുകയാണ്. ആ സംസാരിച്ചത് എന്നെക്കുറിച്ചായിരുന്നു. ഇത്രയും ദൈവദാസന്മാരും സഹോദരങ്ങളും ആ ബൈബിൾ കോളേജിൽ ഉണ്ടായിട്ടും വ്യക്തിപരമായിട്ടുള്ള ദൈവിക ദൂത് ആ ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. പ്രഭാതമായപ്പോൾ ഈ 2 പേരും ചേർന്ന് എന്നോട് ഈ ദൈവിക ദൂത് അറിയിച്ചു. എന്നോട് പറഞ്ഞ ദൈവശബ്ദം ഇതാണ്: കർത്താവിൻ്റെ ആത്മാവ് ഒരു സുവിശേഷകനായി എന്നെ കണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് നമുക്ക് ഇത്രത്തോളം ദൈവവചനത്തിൻ്റെ ആഴമായ സത്യങ്ങൾ അറിയത്തില്ല. ദൈവവചനം നാം പഠിച്ചു വരുന്നേയുള്ളൂ. അനുഭവങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അന്ന് കേട്ട ദൈവശബ്ദം, ശുശ്രൂഷയുടെ അനുഭവങ്ങളെ ദൈവം തന്നപ്പോൾ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നിറവേറി എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന അത് കൃത്യമായി എൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഓരോ ദൈവശബ്ദത്തിനും അതിൻ്റെതായ കൃത്യമായ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കർത്താവ് അനേക ഇടങ്ങളിൽ അയച്ചു, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ അയച്ചു. ദൈവവചനത്തിനകത്ത് അല്പം പോലും മായം ചേർക്കാതെ സത്യവചനം ഈ കാലയളവ് വരെയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വായിക്കുമ്പോൾ ഈ ശുശ്രൂഷ നമുക്കെങ്ങനെ ഉണ്ടായി എന്ന് ദൈവവചനം പറയുന്നു. അതുണ്ടായത് ദൈവത്തിൻ്റെ കരുണയാലാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ച ശുശ്രൂഷ എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്, എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് 4 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1, അധൈര്യപ്പെടാതെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണെന്ന് ദൈവവചനം പറയുന്നു. ധൈര്യമാണ്. പത്രോസിനെയും യോഹന്നാനെയും കണ്ടു പറഞ്ഞത്, അവരുടെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. അപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്ക്, ആത്മീക ശുശ്രൂഷകൾക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. 2, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. വചനത്തിൽ ഉപായം പാടില്ല, വചനത്തിൽ കള്ളത്തരങ്ങൾ പാടില്ല, ഊഹാഭോഗം പാടില്ല. പിന്നെ ഭൗതിക നന്മകൾക്കും സാമ്പത്തിക നേട്ടത്തിനും ദൈവവചനത്തെ വളച്ചൊടിക്കരുത്. അത് വലിയ ദോഷം ചെയ്യുമെന്നുള്ളത് സത്യമാണ്. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. 3, വചനത്തിൽ കൂട്ടുചേർക്കാതെയും. ഏതുദ്ദേശത്തിലാണ് ഈ വചനം നമുക്ക് നൽകിയത്, ആ ഉദ്ദേശത്തിൽ വേണം ജനത്തോട് സംസാരിക്കാൻ. 4, സത്യം വെളിപ്പെടുത്തണം. ആരാണ് സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവവചന ശുശ്രൂഷയിൽ ഉയർന്നു നിൽക്കേണ്ടത് നമ്മുടെ ആരുടെയും നാമമല്ല, യേശുക്രിസ്തു എന്ന പരിശുദ്ധ നാമം മാത്രമാണ്. ആ നാമത്തെയാണ് നാം ഉയർത്തുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുയർത്താനൊരു നാമമുണ്ടെങ്കിൽ
അത് യേശു ക്രിസ്തു എന്ന പരിശുദ്ധ നാമമാണ്. നാം കർത്താവിനെ അറിയാതിരുന്നുവെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഒന്നുകിൽ ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജയിലിലോ ആകുമായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ പടുകുടി കിടന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി ഉറച്ച പാറമേൽ നമ്മെ നിർത്തി നമ്മുടെ മേൽ വിശേഷമായ ദൈവകൃപ പകർന്ന് ദൈവശക്തിയെ പകർന്ന് ഈ ആത്മീയഗോളത്തെ നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല, തമ്പുരാൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിലുടനീളം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നമുക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ടത് കർത്താവ് നൽകിയ ശുശ്രൂഷ മാത്രമാണ്. സൗജന്യമായി തന്നു, അത് സൗജന്യമായി കൊടുക്കണം. അത് ജനത്തിൻ്റെ വിടുതലിനും അവിടെ ആത്മീക അനുഗ്രഹത്തിനും വേണ്ടിയായിരിക്കണം. ഇന്ന് ആത്മീയഗോളത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു. പിതാക്കന്മാരുടെ കാലത്ത് ആരാധനയും പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ദൈവിക ദൂതൊക്കെ ജനത്തെ ആത്മീക നിലയിലേക്ക് നയിക്കുന്നതായിരുന്നു. ഇന്നാണ് ജഡത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ഭൗതികം മാത്രം പറഞ്ഞ് ജനത്തെ സന്തോഷിപ്പിക്കുന്നത്. പണ്ട് ആത്മീക വിഷയങ്ങൾക്കായിരുന്നു പ്രാധാന്യം. ആ പണ്ടത്തെ കാലമൊന്നും ഇന്ന് ദൈവസഭയ്ക്കകത്തില്ല. യിരെമ്യാ വിലാപത്തോടെ പറയുന്നുണ്ട്, യഹോവേ, ഞങ്ങൾ നിങ്കലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെപ്പോലൊരു നല്ല കാലം വരുത്തണമേ. എന്താണ് പണ്ടത്തെ കാലത്തിൻ്റെ പ്രത്യേകത? കഴിക്കാൻ ആഹാരമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ചോർന്നൊലിക്കുന്ന ഭവനം, പട്ടിണിയും പൈതാഹവും വേദനകളും നിന്ദകളും ഏകാന്തതകളും കഷ്ടതകളും ഇതെല്ലാം അനുഭവിക്കുമ്പോഴും കൂടാരത്തിനകത്ത് ഭവനത്തിനകത്ത് ദൈവകൃപയുണ്ടായിരുന്നു. അതിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണമേ? മടക്കി വരുത്തണമേ. ജീവിതത്തിൽ തരുന്ന ഓരോ കഷ്ടങ്ങളിലും ഓരോ ശോധനകളിലും ദൈവത്തിന് വിലപ്പെട്ട പദ്ധതികളുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട ഈ ശുശ്രൂഷ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാകണം അത് പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലാതെ നമുക്കിവിടെ ഭൗതികമായി എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല. ഞാനെപ്പോഴും ദൈവവചനം സംസാരിക്കാൻ പറയാറുണ്ട്, എന്ത് നേടിയാലും അത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് മൊട്ടുസൂചി. ഏറ്റവും വില കുറഞ്ഞതാണ്. പക്ഷേ ആ വില കുറഞ്ഞ മൊട്ടുസൂചി പോലും നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒക്കില്ല. അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. എത്ര വലിയ നന്മയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ മാളികയിൽ പാർത്താലും, എത്ര വലിയ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം കുറച്ച് കാലത്തേക്കാണ്. അതിനുവേണ്ടിയല്ല ഈ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും വേർപാടനുഷ്ഠിക്കുന്നതും ദൈവസഭയ്ക്കകത്ത് വന്നതുമൊക്കെ ഇവിടെയുള്ള താൽക്കാലിക അനുഗ്രഹത്തിനോ നന്മകൾക്കോ വേണ്ടിയല്ല, നിത്യമായ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ കടന്നു പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെയുള്ള ഒരു ഉന്നതന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും പറയുവാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താം. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ ദൈവപുത്രനായ ക്രിസ്തു ഇറങ്ങി വന്നത് നമുക്ക് ഭൗതിക നന്മ മാത്രം തരാനല്ല, നാം ഇവിടെ നിന്ന് അക്കരനാടിലേക്ക് പ്രവേശിക്കണം. ഇളകാത്ത രാജ്യത്തിനകത്ത് ഉറപ്പുള്ള നഗരത്തിലേക്ക്, വിശുദ്ധ പർവ്വതമായ സിയോനിലേക്ക് നാം പ്രവേശിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അനുഭവങ്ങൾ ഒട്ടനവധി പറയാൻ കാണും, ശുശ്രൂഷയുടെ അനുഭവങ്ങൾ പറയാൻ കാണും. അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാളപ്പുറമായി ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മിൽ സാധ്യമാകണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു, അവർക്ക് ലഭിക്കാത്ത നന്മകളില്ല. മരുഭൂമിയുടെ പ്രയാണത്തിൽ ഒട്ടനവധി നന്മകൾ അനുഭവിച്ചു, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടു. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം അവരിൽ നടന്നില്ല. എന്താണ് ഉദ്ദേശം? ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കനാൻ ദേശത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു. ആ ഉദ്ദേശം സാധ്യമായില്ല. അതുകൊണ്ട് പഴയ അനുഭവങ്ങളൊക്കെ നാം പറയുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ദൈവം കൊണ്ടുവന്ന വിധങ്ങൾ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോഴും
ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ സാധ്യമാകണം. അത് നടന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇരുപത് വർഷക്കാലത്തെ ദൈവിക ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് പറയാം, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം, ആനന്ദം നമ്മുടെ കർത്താവിനെ അറിഞ്ഞതാണ്. എൻ്റെ പിതാവ് 50 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്തു. ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാതെ ഭവനത്തിൽ വിശ്രമത്തിലാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത പിതാവാണ്. പക്ഷേ അവിടെയൊന്നും അതിനേക്ക് അതിജീവിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷകളെ ചെയ്തത്. ഇവിടെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല, പക്ഷേ ഒരുപാട് ആത്മാക്കളെ നേടി, അനേക ദൈവസഭകളെ സ്ഥാപിച്ചു. കർത്താവിൻ്റെ വചനം ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് സംസാരിച്ചു. അതുകൊണ്ട് ആ അനുഭവത്തിലൂടെയാണ് എനിക്കും കടന്നു വരാൻ കഴിഞ്ഞത്. ഈ നാളുവരെയും ദൈവമേൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് അല്പം പോലും മായം ചേർത്തിട്ടില്ല. സത്യവചനം അറിയിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിനായി നിത്യതയ്ക്കായി ഒരുക്കുന്ന ദൈവിക ശുശ്രൂഷയാണ് ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവവചന സംസാരം പറയാറുണ്ട്, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ടത് ഈ രക്ഷയുടെ സന്തോഷമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് എൻ്റെ യഹോവയാകുന്നു. അവൻ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലായാലും ഭൂമിയിലായാലും നമുക്കാഗ്രഹിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവാണ്. നമുക്ക് നമ്മുടെ ജീവനേക്കാളും വലുത് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം ഈ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് പ്രതിഫലം സ്വർഗത്തിലുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ എന്ന ദാസനെയെന്ന് പേർ വിളിക്ക് നമ്മെല്ലാവരും യോഗ്യരാകണം. പലരും ദൈവം കൊടുത്ത കൃപകളും താലന്തുകളും കുഴിച്ചിടുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അതിനെ പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ ഉയരത്തിൽ പ്രതിഫലമുണ്ട്. ഇവിടെ പ്രസംഗത്തിന് കൂലിയുണ്ട്, എന്നാൽ ദൈവം നമുക്ക് തരുന്ന കൂലിയല്ല, പ്രതിഫലമാണ്. കൂലി കുറച്ച് സമയം കഴിയുമ്പോൾ അത് നന്മ തീരും. എന്നാൽ പ്രതിഫലം അങ്ങനല്ല, പ്രതിഫലം നിലനിൽക്കുമെന്നുള്ളതാണ്. വഴിയാത്രയിൽ വെച്ച് നാം നശിച്ചു പോകേണ്ടവരായിരുന്നു. പാപമെന്ന പടുകുഴിയിൽ വീണ് അവിടം കൊണ്ട് അവസാനിക്കേണ്ടവായിരുന്നു. പക്ഷേ തമ്പുരാൻ്റെ കരുണയാൽ ഇതിനകത്ത് കടന്നു വന്ന് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ, ദൈവകൃപയെ അനുഭവിക്കാൻ, കർത്താവിനെ പ്രസംഗിക്കാൻ, കർത്താവിന് വേണ്ടി പാടുവാൻ, ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ ഈ പകൽ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന വിലപ്പെട്ട അവസരങ്ങളെ മൂല്യമുള്ളതായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും ഉത്തമമായ മാതൃക തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ച് സന്തോഷമോർത്ത് അവരപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നാണ്. പിതാവായ ദൈവം ഏതുദ്ദേശത്തിലാണ് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചോ ആ ഉദ്ദേശം പൂർത്തീകരിച്ചാണ് കർത്താവിവിടെ നിന്ന് കയറിപ്പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, അത് തന്നെ എൻ്റെ ആഹാരം. ജീവിതത്തിലുടനീളം പിതാവിനെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ആ ദൈവത്തിൻ്റെ വിലപ്പെട്ട പദ്ധതി, ആ വിലപ്പെട്ട ആലോചന ആ ജീവിതത്തിൽ ഏറ്റെടുത്ത് കർത്താവ് ദൗത്യം പൂർത്തീകരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തെന്ന് അവസാന ഘട്ടത്തിൽ പറയുന്നെങ്കിലും പിതാവായ ദൈവം കൈവിട്ടതല്ല. ആ പദ്ധതിക്കകത്ത് ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പിതാവ് മൗനം പാലിച്ചത്. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവ് ദൈവ ഇഷ്ടം ചെയ്യുവാൻ കൊടുത്തത് തൻ്റെ സ്വന്തം ജീവനെയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലും നമ്മുടെ ജീവിതത്തിലെ ഒന്നും ഒരു പ്രശ്നമല്ല. സാഹചര്യങ്ങൾ വിഷയമല്ല, ചുറ്റുപാടുകൾ വിഷയമല്ല, പ്രതിസന്ധികൾ വിഷയമല്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷകളെ ചെയ്യുവാൻ. ജീവനെ ത്യജിച്ച്, പ്രാണനെ ത്യജിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളെ ചെയ്യുന്നെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. കർത്താവ് തൻ്റെ ജീവനെ കൊടുത്തു. അപ്പോൾ തന്നെ അനുഗമിക്കുന്നവരും ആത്മാർത്ഥതയോടെ ആ ശുശ്രൂഷകളെ ചെയ്യുവാൻ തയ്യാറാകണം. 1-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രതിസന്ധിയൊന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആമേൻ. കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിന്ന ദൈവത്തിൻ്റെ ദാസന്മാർ
ഈർച്ചവാളാൽ അറുക്കപ്പെട്ടിട്ടുണ്ട്, സമുദ്രത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, തീക്കകത്ത് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, വാളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ജീവനോടെ തൊലി ഉരിച്ച് മണലിൽ ദൈവദാസന്മാരെ കിടത്തിയിട്ടുണ്ട്. ഗർഭിണികളായ ദൈവദാസിമാരെ കൈകൾ വിരിച്ചു വച്ചിട്ട് വയറടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവിടെയൊന്നും കർത്താവിനെ അവർ തള്ളിപ്പറഞ്ഞില്ല. അവർക്കറിയാം ഞങ്ങൾക്ക് ലഭിച്ച വിലപ്പെട്ടത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ വിലപ്പെട്ടത് യേശുക്രിസ്തുവാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. എന്താണ് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട മർമ്മം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഫലം കൂടാതെ എത്ര സാഹചര്യങ്ങൾ അനുകൂലം, ഏത് സാഹചര്യത്തോടും ഒരു ദൈവദാസൻ പൊരുത്തപ്പെടണം. സാധുക്കളോട് കരുണ കാണിക്കണം. എളിയവനെ ആദരിക്കുന്നവന് ഭാഗ്യവാനെന്നാണ്. കർത്താവിൻ്റെ വേല ആത്മാർത്ഥതയോടെ ചെയ്യണം. സാമ്പത്തിക നന്മകൾക്ക് വേണ്ടിയല്ല, ആ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവം നൽകിയ ശുശ്രൂഷ ദൈവജനത്തിൻ്റെ വിടുതലിനും അവരുടെ ആത്മീക ഉദ്ധാരണത്തിനും അവരുടെ രക്ഷയ്ക്കും വേണ്ടി ചെയ്യുന്നെങ്കിൽ ഇവിടെ അല്പം പ്രതിഫലം കുറഞ്ഞാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തിയെന്നാണ്. എങ്ങനെ ഉയർത്താൻ കാരണം? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ടാണ്. കർത്താവിൻ്റെ ആത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഈ ശുശ്രൂഷകളെ മൂല്യമുള്ളതായി കണ്ടുകൊണ്ട് കർത്താവ് രാജ്യത്തിന് ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മളെ സഹായിക്കട്ടെ. ഈ തലമുറയിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് സാധ്യമാകും. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി കർത്താവ് കാത്തു നിൽക്കുകയില്ല. ഈ തലമുറയിൽ തന്നെ യേശുക്രിസ്തു തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി രണ്ടാമത് ക്രിസ്തു പ്രത്യക്ഷനാകാൻ പോകുകയാണ്. നാം ആരെയാണോ കാത്തിരിക്കുന്നത്, ആരെയാണോ പ്രതീക്ഷിച്ചത്, ആർക്കു വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്, ആ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുവാൻ സമയമായി. ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നമ്മുടെ കഷ്ടതയെല്ലാം മാറാറായി, വേദനയെല്ലാം തീരാറായി. ഇതൊന്നുമില്ലാത്ത ദൈവരാജ്യത്തിനകത്ത് നമ്മെ കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടാറായി. അതുകൊണ്ട് ഈ വചനങ്ങളെ കേൾക്കുന്ന, അനുഭവങ്ങളെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. ആ വിലപ്പെട്ട ദൈവകൃപയെ, ആ കർത്താവിൻ്റെ ശുശ്രൂഷയെ, വിലപ്പെട്ട സമ്പത്തിനെ മൂല്യമുള്ളതായി കണ്ടുകൊണ്ട്, അത് വിലയുള്ളതായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിനായി, യേശുനാഥൻ്റെ വരവിനായി നമുക്കൊരുങ്ങാമെന്നുള്ള പ്രത്യാശയോടെ, നല്ല വാക്കുകളോടുകൂടെ എൻ്റെ ഈ ശുശ്രൂഷകൾക്ക്, വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.